നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന അതേ കൗതുകമായിരുന്നു നെറ്റിപ്പട്ടത്തിന്റെ നിർമ്മാണത്തിലേർപ്പെട്ടപ്പോഴും ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്കുണ്ടായത്. ചെന്നിത്തല നവോദയ സ്കൂളിൽ പേസ് സെറ്റിംഗ് പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആനച്ചമയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ശില്പശാലയിലാണ് വിദ്യാർത്ഥികൾ നെറ്റിപ്പട്ടത്തിന്റെ സവിശേഷതകൾ മനസ്സിലാക്കിയത്. നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്മാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന കൗതുകം തന്നെയായിരുന്നു സ്വന്തമായി നെറ്റിപ്പട്ടം ഉണ്ടാക്കിയപ്പോഴും കുട്ടികൾക്കുണ്ടായത്. ചെന്നിത്തല നവോദയ സ്കൂളിൽ പേസ് സെറ്റിംഗ് പ്രവർത്തനത്തിന്റെ ഭാഗമായി ആനച്ചമയ നിർമ്മാണത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. ഈ ശില്പശാലയോടനുബന്ധിച്ചാണ് കുട്ടികൾ നെറ്റിപ്പട്ടം രൂപപ്പെടുത്താൻ പരിശീലനം നേടിയത്. ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും അവരുടെ ജീവിതോപാധിയായി നെറ്റിപ്പട്ട നിർമ്മാണത്തെ ഉൾപ്പെടെ സ്വീകരിക്കാനും ശില്പശാല ഉപയോഗമാകുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞു. ഇവിടെ കുട്ടികൾക്ക് പേസ് സെറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമുക്ക് പുറത്തുള്ള കുട്ടികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്കിൽസ് അവരെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിന്റെ പാരമ്പര്യ കലയായിട്ടുള്ള ആനച്ചമയത്തിലെ നെറ്റിപ്പട്ട നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഈ കൊച്ചുകുട്ടികളെയും ബുധനൂർ പരാശക്തി ബാലിക ഭവനിലെ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കൊടുത്തുകൊണ്ട് നമ്മളിവിടെ വെച്ചൊരു വർക്ക്ഷോപ്പ് നടത്തുകയുണ്ടായി. 2 ദിവസമായിരുന്നു ഈ വർക്ക്ഷോപ്പ്. അതിൽ ആര്യദേവ് സാറിന്റെ ശിക്ഷണത്തിൽ ഏകദേശം 100ഓളം കുട്ടികൾ നമുക്ക് ശിക്ഷണങ്ങൾ കൊടുത്തു. അവരെല്ലാവരും നന്നായിട്ട് അവരുടെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ക്ലാസ് മുറിയിലെ പഠനത്തിനെ സമൂഹത്തിലേക്ക് എത്തിച്ചുകൊണ്ട് അവർക്ക് ഭാവിയിൽ ഒരു നല്ല ശോഭനമായിട്ട് ജീവിതം നയിക്കാൻ ഒരു ഉപകാരമായിക്കോട്ടെ, ഒരു കാഴ്ചപ്പാടിലേക്ക് അവർ എത്തട്ടെ എന്നുകൂടി ഒരു ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ട്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാനും ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത്, ഇത് ഗണപതി ആണ് ഞങ്ങൾ ആദ്യം പഠിപ്പിച്ചു തുടങ്ങിയത്. ലക്ഷ്മി, സരസ്വതി, പിന്നെ ത്രിമൂർത്തി, ഇത്രയും ഞങ്ങൾ പഠിപ്പിച്ചാണ്. വളരെ കൗതുകം നിറഞ്ഞതും വളരെ രസകരവുമാണ് നെറ്റിപ്പട്ടം ഉണ്ടാക്കൽ. ഇത് നമ്മളെ ഇന്നത്തെ കാലത്ത് ഒരു തൊഴിലായി നമുക്ക് കാണാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി പല തരം കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതെല്ലാം ആര്യദേവ് സാർ ഞങ്ങളെ പഠിപ്പിക്കുക ചെയ്തു. ഇത് ഇപ്പൊ ഇക്കാലത്ത് ഓരോ ജോലി കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടിയ ആൾക്കാർ നടക്കുമ്പോൾ നമുക്ക് ഇത് ചെറിയൊരു തൊഴിൽ മാർഗമായി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് വളരെ കൗതുകകരമായ കാര്യമാണ്. പരമ്പരാഗത ആനച്ചമയ നിർമ്മാണത്തിൽ കഴിവ് തെളിയിച്ച ആളും കേരള സാംസ്കാരിക വകുപ്പ് ഫെലോഷിപ്പ് ജേതാവുമായ ആര്യദേവാണ് മുഖ്യ പരിശീലകൻ. ബുധനൂർ പരാശക്തി ബാലിക ഭവനിലെ വിദ്യാർത്ഥികളെ കൂടി പങ്കെടുപ്പിച്ചാണ് ശില്പശാല നടത്തിയത്. 2 ദിവസങ്ങളിലായിരുന്നു ശില്പശാല നടത്തിയത്. നവോദയ വിദ്യാലയത്തിലെ കലാധ്യാപകനായ സജികുമാറും സ്കൂൾ പ്രിൻസിപ്പൽ CH ദിനേശനും ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. പിന്നെ ഇതുവരെ നമുക്ക് ഈ കുട്ടികൾക്ക് ഈ ഭാവിയിലായാലും അവർക്ക് ഇതുകൊണ്ടൊരു വരുമാന മാർഗമോ അല്ലെ ഒരു സൈഡ് ബിസിനസ്സോ ആയിട്ടൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ആർട്ട് വർക്കാണ് നമ്മളിവിടെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ കാലഘട്ടത്ത് കുട്ടികൾക്ക് കലാമേഖലയിൽ മറ്റു മൊബൈലിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകുന്നതാണ് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളൊക്കെ. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ പല രീതിയിലുള്ള കഴിവുകളിലേക്ക് അവരെ കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള ഓരോ പഠന ശിബിരങ്ങൾ അവരെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങള് തനിച്ചിത് ഉണ്ടാക്കാൻ പ്രാപ്തരായിട്ടുണ്ടോ എല്ലാവരും? CDNet ന്യൂസ്, മാന്നാർ.